ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഗോപൻ സ്വാമിയുടെ സമാധി എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് പ്രതിപാദ്യം. അതായത് സമാധി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് സാധ്യമാകുന്ന ഒന്നല്ല. അഷ്ടയോഗ വിധികളിൽ ഒട്ടേറെ കാര്യകർമാനുഷ്ഠാനങ്ങളിലൂടെ മൂലാധാരം മുതൽ സഹസ്രാരപത്മം വരെയുള്ള കർമ്മ സ്ഥാനങ്ങളെ ഉണർത്തി ബോധമണ്ഡലത്തെ ധന്യമാക്കി ആ ബോധത്തിലൂടെ ഒഴുകിയെത്തുന്ന ജ്ഞാനഭാവങ്ങൾ മറ്റുള്ളവരിലെത്തിച്ച് അരം സാത്വിക ബ്രഹ്മമായി തീരുന്ന ഒരാൾക്ക് മാത്രമേ സമാധി അടയുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ പെട്ടെന്ന് സമാധി എന്നുള്ളൊരു പദത്തിലെത്തുവാൻ സാധിക്കുകയില്ല. അത് ആരായിരുന്നാൽ തന്നെ കുടുംബവും കുടുംബ പശ്ചാത്തലവുമൊക്കെ ആയി ജീവിക്കുന്ന ഒരാൾക്ക് സമാധി അടയുക എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒട്ടേറെ ദുരൂഹത ഉണ്ട് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല, അല്ലെങ്കിൽ തർക്കമൊന്നുമില്ല. അല്ലെങ്കിൽ ഒട്ടേറെ ദിനങ്ങളിൽ ഇതേപോലെ ദുരിത അവസ്ഥയിൽ കിടന്നുകൊണ്ട് ഒരു ദിനം പെട്ടെന്ന് സമാധി അടയുക, അല്ലെങ്കിൽ ഒരു പീഠം കിട്ടുക, ഇതൊക്കെ മറ്റുള്ളവരുടെ നയനങ്ങളിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിശേഷമാണ് എന്ന് പറയുവാനേ സാധിക്കുകയുള്ളൂ. അങ്ങനെ നിയമപരമായിട്ടുള്ള എല്ലാ കാര്യകർമ്മങ്ങളും അനുഷ്ഠിക്കണം. ഇനി സമാധി അടഞ്ഞതാണ് എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ആ സമാധി മണ്ഡപം കാണുന്നതിന് എന്താണ് ബുദ്ധിമുട്ട്? അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. സമാധി അടഞ്ഞ ആ സമാധിസ്ഥനായിരിക്കണ ആ ചൈതന്യത്തെ കാണുവാൻ മറ്റുള്ളവർക്ക് അവസരമുണ്ടാക്കുക വഴി അന്നേരം ഇവിടെ അതിന് എതിർപ്പാണ് ഉളവാകണത്. അത് എതിർപ്പുളവാകുമ്പോൾ 100% പറയുകയാണ് ഇത് സമാധിയല്ല, പിന്നെയോ ഇത് അനുഷ്ഠാനങ്ങളെ മറയാക്കി പിടിച്ചുകൊണ്ട് അന്ധവിശ്വാസങ്ങളിലൂടെ മൃഗീയമായിട്ടുള്ള ഒട്ടേറെ കർമ്മ തലങ്ങൾ ഇന്ന് ഒട്ടേറെ ആളുകൾ അനുഷ്ഠിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഇത് എന്ന് പറയാതിരിക്കുവാൻ സാധിക്കുകയില്ല. കാരണം ഗോപൻ സ്വാമിയുടെ ആ സമാധിഭാവവും ഇത് തന്നെയാകാം. ഒട്ടേറെ നാളുകളിൽ രോഗാവസ്ഥയിൽ പരിചരണം ചെയ്യുവാൻ സന്തതികൾക്ക് ആകാഞ്ഞത് മൂലം എന്തെങ്കിലും വിധാനത്തിൽ ഇപ്പം അച്ഛന് അമ്മ എന്നുള്ള ബന്ധമൊന്നും ഇല്ലല്ലോ. കൂടെയുള്ളവർ പോലും ധനമുണ്ടെങ്കിൽ ആ ധനമുള്ളിടത്തോളം കാലം നമ്മുടെ കൂടെ ഉണ്ടാകും. ഇതിന് കൃത്യമായിട്ട് നിയമ നടപടികൾ സ്വീകരിക്കുക. ഹരി ഓം സത്.